ഹായ്, ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട 4 സിനിമകൾ. ഒന്ന് പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധ, മറ്റൊന്ന് കിഷ്കിന്ധാകാന്ഡം ടീമിന്റെ എക്കോ, പ്രണവ് മോഹൻലാലിന്റെ ഡിയസ് ഇറേ, അതുപോലെ ദുൽഖറിന്റെ കാന്ത. ഈ 4 സിനിമകളുമാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഡൈസ് ഇറേ, അതായത് പ്രണവ് മോഹൻലാലിന്റെ ഡിയസ് ഇറേ വലിയ വിജയമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത്. ഇതുവരെ സിനിമ തിയേറ്ററുകളിൽ നിന്ന് 82 കോടിയാണ് കളക്ഷനായി നേടിയെടുത്തത്. അതായത് വലിയ വിജയമാണ് ഡിയസ് ഇറേ എന്ന പ്രണവ് ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഇതുവരെ വന്നിരിക്കുന്നത് 82 കോടിയാണ്. സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത് 24 കോടിയാണ്. സിനിമ വലിയ ലാഭമാണ്, വലിയ നേട്ടമാണ്. ഇതിന്റെ പ്രൊഡ്യൂസർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. വലിയ ലാഭം പ്രൊഡ്യൂസർക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു വിജയ ചിത്രം എക്കോ എന്ന സിനിമയാണ്. എക്കോ എന്ന സിനിമ ഇപ്പോൾ 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 4 ദിവസം കൊണ്ട് സിനിമ 14 കോടിയാണ് വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത്. ഈ സിനിമയും വലിയ വിജയമാണ്. മികച്ച അഭിപ്രായമാണ് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ആദ്യ ദിവസം അല്പം കളക്ഷൻ കുറവായിരുന്നു എങ്കിൽ അതിനുശേഷമുള്ള ദിവസങ്ങളിൽ അടിച്ചു കയറുന്ന ഒരു കാഴ്ച. ഇപ്പോൾ 14 കോടിയാണ് 4 ദിവസം കൊണ്ട് സിനിമ വാരിക്കൂട്ടിയിരിക്കുന്നത്. എന്തായാലും സിനിമ 50 കോടി മറികടക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞു. സിനിമ വലിയ വിജയമാണ്. മറ്റൊരു സിനിമ പൃഥ്വിരാജിന്റെ വിലായത്ത് ബുദ്ധിയാണ്. വലിയ പ്രതീക്ഷയോടെ തിയേറ്ററിലേക്ക് വന്ന സിനിമയാണ്. പക്ഷെ കനത്ത പരാജയമായി മാറി എന്നുള്ളത് തന്നെയാണ് കളക്ഷൻ സൂചിപ്പിക്കുന്നത്. 4 ദിവസം കൊണ്ട് സിനിമ 6 കോടി 50 ലക്ഷം മാത്രമേ തിയേറ്ററുകളിൽ നിന്ന് നേടിയിട്ടുള്ളൂ. അതായത് ഒരു ശോകം കളക്ഷൻ എന്ന് തന്നെ പറയണം. നമ്മൾ ആദ്യ ദിവസം തന്നെ ഈ സിനിമ 8 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സിനിമ സമ്മിശ്ര പ്രതികരണം നേടിയതുകൊണ്ട് തന്നെ തിയേറ്ററുകളിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ 6 കോടി 50 ലക്ഷം മാത്രമാണ് 4 ദിവസം കൊണ്ട് സിനിമയ്ക്ക് നേടാനായത്. സിനിമ പരാജയം തന്നെയാണ്. ഇനി വലിയ രീതിയിൽ മുന്നോട്ട് പോകും എന്നെനിക്ക് തോന്നുന്നില്ല. മറ്റൊരു സിനിമ ദുൽഖറിന്റെ കാന്ത എന്ന സിനിമയാണ്. തമിഴ് ചിത്രമാണ്. പാൻ ഇന്ത്യൻ ലെവലിലാണ് സിനിമ റിലീസ് ചെയ്തത്. സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു. പക്ഷേ തിയേറ്ററുകളിൽ കനത്ത പരാജയമായി മാറി എന്നുള്ളത് തന്നെയാണ്. 40 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റായിട്ട് പറയുന്നത്. 40 കോടി തിയേറ്ററുകളിൽ നിന്ന് പിരിഞ്ഞു കിട്ടണമെങ്കിൽ ഒരു 100 കോടിയെങ്കിലും കളക്ഷനായി വരണം. പക്ഷേ ഈ സിനിമ ഇതുവരെയും 34 കോടി മാത്രമാണ് നേടിയെടുത്തത്. അതായത് വലിയ അഭിപ്രായം കിട്ടിയിട്ടും സിനിമയ്ക്ക് കളക്ഷനിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഓരോ ദിവസവും ശോകം കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. 30 ലക്ഷം 40 ലക്ഷമൊക്കെയാണ് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ഓരോ ദിവസവും വരുന്നത്. ഇനിയുള്ള ഓരോ ദിവസവും താഴേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. കൂടിപ്പോയാൽ ഒരു 37-38 കോടിയിൽ സിനിമ ഒതുങ്ങിപ്പോവും എന്നുള്ളത് തന്നെയാണ്. അതായത് മാക്സിമം ഈ സിനിമയ്ക്ക് കിട്ടാൻ പോകുന്ന കളക്ഷൻ ഒരു 38 കോടിയാണ്. അതായത് ഷെയർ ആയിട്ട് ഒരു 15 കോടിക്ക് താഴെ മാത്രമേ സിനിമയ്ക്ക് കിട്ടുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. സിനിമ കനത്ത പരാജയമാണ്. പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കനത്ത പരാജയമായി മാറി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് സിനിമകളുടെ കളക്ഷൻ. കാന്ത എന്ന സിനിമ ഇതുവരെ നേടിയത് 34 കോടി. ഡിയസ് ഇറേ എന്ന പ്രണവ് ചിത്രം ഇതുവരെ നേടിയത് 82 കോടി. വിലായത്ത് ബുദ്ധ എന്ന പൃഥ്വി ചിത്രം ഇതുവരെ നേടിയത് 6.5 കോടി. കിഷ്കിന്ധാകാന്ഡം ടീമിന്റെ എക്കോ എന്ന സിനിമ 4 ദിവസം കൊണ്ട് നേടിയത് 14 കോടി. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.